ഇന്ന് സൂഫി പോയിന്റിൽ ഞാൻ തിരഞ്ഞെടുത്തൊരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു പേടിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം ഖബറിൽ വരുന്നൊരു 3 ചോദ്യങ്ങളെ കുറിച്ചിട്ട്. എന്താണ് 3 ചോദ്യങ്ങൾ? നമുക്കൊക്കെ അറിയാം. നമ്മൾ ചെറുപ്രായം മുതൽ മദ്രസയിൽ നിന്നിട്ടൊക്കെ പഠിച്ച് എല്ലാ കുട്ടികൾക്ക് വരെ അറിയുന്നൊരു കാര്യമാണ് ഈ 3 ചോദ്യങ്ങൾ, അതിന് ആൻസറും. എന്നാൽ 3 ചോദ്യങ്ങൾക്ക് മാത്രം ഇവിടുന്ന് പഠിച്ച് നാളെ ഖബറിലേക്ക് ഒരുങ്ങി പോകുന്ന ആളായാൽ മതിയോ? പക്ഷേ അങ്ങനെ ആയാലും നമുക്ക് അവിടുന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. ഈ 3 ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് തോന്നിയ മാതിരി ഇങ്ങനെ ജീവിച്ചിട്ട് നമുക്കവിടെ എത്തിയാൽ നമുക്കതിൽ കാര്യം ഉണ്ടാവണമെന്നില്ല. സംഗതി 3 ചോദ്യങ്ങൾ പഠിക്കാൻ സുഖമാണ്. ഈ ചോദ്യങ്ങൾ പഠിക്കാൻ വളരെ സുഖമാണ്. നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ റബ്ബ് ആരാണ് എന്നുള്ളത് ഇവിടുന്ന് പഠിക്കാൻ നല്ല സുഖം. പക്ഷേ നമ്മൾ തന്നെ ഇതിൻ്റെ അടിത്തറയിലേക്ക് എത്തിക്കാതെ നമുക്കതവിടെ പറയാൻ കഴിയൂല. അബൂ റാഫി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജന്നത്തിൽ വക്കീൽ പോയി, രണ്ടാളോടി. നബി തങ്ങളും അദ്ദേഹം പോയി. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയായിരുന്നു. എന്നെ കൂടാതെ മറ്റാരും, അതായത് ഇവർ രണ്ടാളല്ലാതെ മൂന്നാമതൊരാൾ ഇവരെ കൂടെ ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്, നീ സന്മാർഗം പ്രാപിച്ചില്ല എന്ന്, വഴി പിഴച്ചു പോയി എന്ന്. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, അള്ളാന്റെ ദൂതരെ, എന്ത് കാരണത്താലാണ് ഞാൻ വഴി പിഴച്ചു പോയത് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ്, ഞാൻ നിന്നോടല്ല, ഈ ഖബറിലെ മയ്യത്തിനോടാണ് എന്ന് പറഞ്ഞ്. ഇപ്പോ അവനോട് മുൻകറും നക്കീറും ചോദ്യം ചെയ്തതേ ഉള്ളൂ. എന്നെ കുറിച്ച്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിന്റെ നബി ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ അബൂ റാഫി റളിയല്ലാഹു അദ്ദേഹം പറയാണ്, അവിടെ ഒരു പുതിയ ഖബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മയ്യത്തിന്റെ മറവ് ചെയ്തിട്ട് ആ മയ്യത്തിനെ മറവ് ചെയ്ത വെള്ളം പോലും അവിടുന്ന് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏത് കാര്യമായാലും നമുക്ക് അതിൻ്റെ അടിത്തറ കിട്ടാഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പാഴായി പോകും. എല്ലാത്തിൻ്റെ അടിത്തറ കിട്ടണം നമുക്ക്. എങ്ങനെയാ അടിത്തറ കിട്ടേണ്ടത് എന്നുള്ളത്, അറിഞ്ഞ് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. അറിഞ്ഞ് ചെയ്യുന്ന ഇബാദത്തുകൾ അത് അറിഞ്ഞ് തന്നെ ചെയ്യണം. ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ, ഇനി ചില ആളുകൾക്ക് കണ്ണ് തുറന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, കണ്ണ് അടച്ച് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കണ്ണ് തുറന്ന് നിസ്കരിക്കുന്ന ആളുകൾക്കും നല്ല ഭക്തിയിൽ നിസ്കരിക്കാം. പക്ഷെ കണ്ണ് അടച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് ആ മുസല്ലയിലാവട്ടെ മറ്റൊരു രീതിയിലേക്ക് എൻ്റെ കണ്ണ് തുറക്കും. പക്ഷെ കണ്ണടക്കുമ്പോൾ എനിക്ക് ഓതുന്നത് ഞാൻ വായിച്ച് ഇങ്ങനെ ഓതുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അതൊരു വലിയൊരു കാര്യമാണത്. അപ്പോൾ നമ്മൾ പറയുന്നത്, എല്ലാ കാര്യത്തിൻ്റെയും അടിത്തറ കണ്ടുപിടിക്കാൻ നോക്കുക. എല്ലാത്തിൻ്റെയും അടിത്തറ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ശുദ്ധ ഖുർആൻ അങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ നെറ്റിപ്പിടിച്ച് ഓതിയിട്ട് ഇങ്ങനെ കാര്യമില്ല. അതിൻ്റെ ഇടയിൽ ആവിടുന്ന് പല ശ്രദ്ധയിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്കൊന്നും നമ്മൾ പോകൂല.